But Dharmendra Pradhan hasn't beaten up these students. Home Minister has. He should resign. And Home Minister reports to Prime Minister. He should resign. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഈ ഒരു CJP പ്രൊട്ടസ്റ്റിന് അവരുടെ കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങുമോ എന്നുള്ളതൊക്കെ കുറെ ദിവസങ്ങളായിട്ട് പലരും ചോദിക്കാറുണ്ട്. Why is the Prime Minister silent? What is the reason? He should apologize to the students and he should stop this nonsense. This is no way to treat the young people of this country. ഇന്ന് ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്നിട്ടുണ്ട് CJPക്ക്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ഈ വീഡിയോയിൽ അത് കാണാം. അതിൻ്റെ മുമ്പ് ഈ CJPയുടെ ഇന്നലത്തെ ഒരു പ്രൊട്ടസ്റ്റ് പൂർണ്ണ പരാജയമാണെന്നും നമ്മുടെ മോദി സംഘപരിവാൻസ് എല്ലാവരും കൂടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതായത് ഭയങ്കര ഇതായിരുന്നു, കുറേ തീവ്രവാദികൾ വന്നു, സോനം വാങ്ചുക്കിനെ പോലത്തെ ചൈനയിലോട്ട് ആളെ കടത്തിവിടുന്ന തീവ്രവാദികളെ പോലത്തെ ആളുകൾ, പ്രകാശ് രാജിനെ പോലത്തെ ആളുകളെ കൊണ്ടിരുത്തി ഇത്തരത്തിലുള്ള സമരം ചെയ്തു, ഞങ്ങളതിനെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് ഞാൻ കേരളത്തിലെ പറയാം, ഇന്ത്യയിൽ മൊത്തം അവിടെ കിടക്കട്ടെ, കേരളത്തിലെ കുറേ ഈ പുഴുക്കളുണ്ടല്ലോ, ഈ സംഘപരിവാണ പുഴുക്കൾ കിടന്ന് പുളകം കൊള്ളുന്ന കുറേ വീഡിയോസ് കണ്ടു. എനിക്ക് സത്യം പറഞ്ഞല്ലോ, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ നീറ്റ് എക്സാമോ ഈ പറഞ്ഞ UGC എക്സാമുകളോ കാര്യങ്ങളോ എന്താണെന്ന് പോലും അറിയാത്ത ടീംസാണ് ഇവന്മാർ. 10ാം ക്ലാസ് തന്നെ പാസ്സായ വലിയ കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ അന്ധഭക്തതി മൂത്തിട്ട് ഈ എന്താ പറയുക, ഗോദി മീഡിയ പറയുന്ന പോലെ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്താണോ വരുന്നത് അത് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഈ വെട്ടാവളിയന്മാർക്ക് എന്ത് നീറ്റ്, എന്ത് എക്സാം, എന്ത് പ്രശ്നം, എന്ത് ഭാവി, അല്ലെങ്കിൽ എന്ത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി, ഇവന്മാർക്കൊരു പ്രശ്നമില്ല. ഇവന്മാർ വന്ന് കുത്തിയിരുന്ന അവന്മാരുടെ ചാനലുകളിലും വീഡിയോയിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അതായത് എന്താണെന്ന് പോലും ബേസിക് തിങ്സ് പോലും ഇല്ലാത്ത പട്ടിണി പരിവട്ട പാവങ്ങളാണ് ഈ സംഖ്യകൾ കൂടുതലും. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉണ്ടാവില്ല, ഒക്കെ 10ാം ക്ലാസ്സും കുസ്തിയോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സോ കുസ്തിയോ ആയെങ്കിലായി, അതുപോലും ഇല്ലാത്ത ടീംസാണ്. അപ്പോൾ ഇവന്മാരോട് നമ്മളിത് നീറ്റിനെ പറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിലും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ഒരുപാട് പാരൻസ് ഉണ്ട്, അവരുടെ മക്കൾ പെട്ടുപോയത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടക്ക് പോട്ടെ 10 വർഷത്തിൻ്റെ ഇടക്ക് 100 കണക്കിൽ എക്സാമുകളാണ് എന്താ പറയുക ഈ പൊട്ടിപ്പോയിട്ടുള്ളത്. ലീക്കായി പോയിട്ടും പല പ്രശ്നങ്ങളായിട്ട് പോയിട്ടും. അതിന് മുമ്പ് എക്സാം ലീക്കില്ലേ നമ്മൾ ആലോചിക്കില്ല, ഉണ്ട്. അതിന് മുമ്പ് എക്സാം ലീക്കുകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടക്ക് ഇത് കംപ്ലീറ്റ്ലി തകർക്കുന്നത് ഈ പോളിസി ഉണ്ടാക്കുന്ന ഈ പോളിസി ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ഈ പോളിസി കംപ്ലീറ്റ് വയലേറ്റ് ചെയ്യുന്നത്. എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഓരോ കേസ് എടുത്ത് നോക്കുമ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടി അറിയണം. ഇതൊന്നും അറിയാണ്ട് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് കണ്ടവന് എക്സാമിൻ്റെ ഇതും കൊടുത്ത് പൈസയും കൊടുത്ത് 3-4 ലക്ഷം കോടിയൊക്കെയാണ് ഈ ഒരു എക്സാം നടത്തുന്ന ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തോട്ട് വരുന്നത് തന്നെ. ഇന്ത്യയുടെ പൊതുകട 7 ലക്ഷം 8 ലക്ഷം ഉള്ളത്. അങ്ങനത്തെ 2 എക്സാം നടത്തി കഴിഞ്ഞാൽ കടം തീർക്കാന്നുള്ള അവസ്ഥ ഒക്കെ. അല്ലാതല്ല പറഞ്ഞത്, ഇതിന് ചിലവും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി കണ്ട ഉപ്പ ടീമുകൾക്ക് ഈ എക്സാമുകളൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് തോന്നിയ പോലെ പേപ്പറും ലീക്ക് ചെയ്ത് എക്സാം നടത്തി അതിന് വീണ്ടും ഫീസ് ഇതാക്കിയിട്ട് റിവാലുവേഷന് വീണ്ടും ഫീസ് വാങ്ങിച്ചിട്ട് ആ റിവാലുവേഷൻ തോന്നിയ പോലെ AI ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ AI മൊഡ്യൂളിലോട്ട് അത് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ എങ്ങനെ റിവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിലോട്ടുള്ള ഒരു സ്പെഷ്യൽ സിസ്റ്റം ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് പൂർണ്ണ തോൽവിയിലോട്ട് എത്തിച്ച് എത്ര കുട്ടികളുടെ മാർക്കും അവരുടെ ലൈഫും അവരുടെ ഫ്യൂച്ചറെ കൊണ്ട് കളഞ്ഞത്. ഞാൻ അറിയുന്ന ഒരാളുണ്ട്, പുള്ളിയുടെ മകള് ആദ്യത്തെ എക്സാം നീറ്റ് എക്സാമിന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് ഉറപ്പായിട്ടും ഒരു റാങ്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് നീറ്റ് എക്സാം അതോടുകൂടി അത് എക്സാം ചെയ്ത സമയത്തോട്ട് കംപ്ലീറ്റ്ലി പോവുക. കുട്ടികളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേജ് മാറിയിട്ട് പിന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കരച്ചിലായി ഭയങ്കര പ്രശ്നങ്ങളോട്ട് പോയി. അങ്ങനെ 21 പിള്ളേരാണ് അങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഈ കണക്കൊക്കെ നമ്മൾ ഈ സംഘപരിവാണങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ്. അപ്പോൾ വിദ്യാഭ്യാസവും ഇല്ല, ബോധവും ഇല്ല, വിവരവും ഇല്ല, പട്ടിണിയുമാണ്, ബിസിനസ്സും ഇല്ല, പൈസ ഇല്ല, ഒരു ഇതും ഇല്ലാത്തവന്മാർ ഇവിടെ കുത്തിരുന്നിട്ട് ഈ ഗോദി മീഡിയ കാണിക്കുന്ന അല്ലെങ്കിൽ ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി കാണിക്കുന്ന സാധനങ്ങളും എടുത്തിട്ട് ഇവിടെ ഒന്ന് കുരയ്ക്കുന്ന കാണുമുണ്ടല്ലോ, ചിരിയാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളത്തിൽ നമ്മൾ 100% സാക്ഷരത 98% സാക്ഷരത എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ആ ബാക്കി സാക്ഷരത ഇല്ലാത്ത കുറേ എണ്ണമല്ല, അത് സംഖ്യകളായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങൾ. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും കുറേ പരിവാണങ്ങളുടെ വീഡിയോസ്. എന്താണ് ഒരു നല്ല തൊലിഞ്ഞവന്മാരാണെല്ലാം എന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ കഥയിലോട്ട് വരാം. ഇന്നലെ അവിടെ നടന്നത് നമ്മൾ കണ്ടു. 100 അല്ല, 1000 അല്ല, 10,000 അല്ല, അതിനെയൊക്കെ എത്രയോ മേലെ പിള്ളേർ അവിടേക്ക് ഇന്നലെ തട്ടിച്ചുകൂടി. ഈ പിള്ളേർ അടിച്ചോടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. ഈ അടിച്ചോടിക്കുന്നത് തന്നെ പോലീസുകാർ പോലും അല്ലാത്ത ആളുകൾ, BJPയുടെ ഗുണ്ടകൾ, ഞാനീ പറഞ്ഞ അന്ധഭക്തർ, വിദ്യാഭ്യാസവും ബോധവും വിവരവും സ്കൂളിൻ്റെ വടി പോലും കാണാത്ത ചെറ്റകൾക്ക് ഈ പോലീസ് വടിയും കൊടുത്ത് ഹെൽമെറ്റും കൊടുത്ത് അങ്ങ് ഇറക്കി വിട്ടിരിക്കുക. ജവാന്റെ, അതായത് എന്താ പറയുക, ജവാന്മാരുടെ സൈന്യത്തിൻ്റെ യൂണിഫോമും കൊടുത്തിട്ടുണ്ട്. കുറേ എണ്ണത്തിന് യൂണിഫോം ഒന്നുമില്ല, കയ്യിൽ കുറേ കെട്ടി അങ്ങ് ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ മിണ്ടില്ല.
ജിയുടെ ആ മിണ്ടാട്ട കോൺഫിഡൻസ് ഉണ്ടല്ലോ, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിലാണ് ഈ രാജ്യം അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഭരിച്ചു പോകുന്നത്. വാ തുറന്നു കഴിഞ്ഞാൽ മണ്ടത്തരും പൊട്ടത്തരും അല്ലെങ്കിൽ വിവരക്കേടുകൾ മാത്രമേ പറയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ കൊണ്ട് മിണ്ടിക്കുകയില്ല നമ്മുടെ RSS. അതാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ പോലുമല്ല, പോലീസുകാരോ പട്ടാളക്കാരോ പോലുമല്ല, BJPയുടെ നല്ല ഒന്നാം തരം ഗുണ്ടകൾ, വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത നല്ല ഒന്നാം തരം ഗുണ്ടകളാണ് ഇന്നലെ അവിടെ CJP പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ വീഡിയോസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വീഡിയോസും അതിൻ്റെ ക്ലിപ്പുകളും അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഔട്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇതിനെപ്പറ്റി ആരെങ്കിലും വേണ്ടിയോ? ഇല്ല. ഇന്ന് പാർലമെന്റിൽ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി രാവിലെ തന്നെ ഓം ബിർളയായിട്ടുള്ള സംസാരം ഒരു മീറ്റിംഗ് നടത്തി. എന്നിട്ടോ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ എഴുന്നേറ്റപ്പോഴേക്കും ഭരണപക്ഷവും നമ്മുടെ ഈ പറഞ്ഞ സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഈ അപരാധങ്ങളെല്ലാം കൂടെ അതിനെ എതിർത്ത് അങ്ങനെ സഭ അങ്ങോട്ട് സ്തംഭിപ്പിച്ചു. കാരണം അവിടുത്തെ നിങ്ങൾ ഈ BJPയുടെ വാണങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുള്ള വേറെ കുറേ ടീംസാണല്ലോ, MP മാരെന്നും പറഞ്ഞ് അവിടെ കൊണ്ടിരിക്കുന്ന പടുവാണങ്ങൾ. ഇറ്റേക്കൊന്നും അതായത് ഇതിനൊക്കെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ മറുപടി കൊടുക്കാൻ അറിയില്ല, വിദ്യാഭ്യാസമില്ല, ബോധമില്ല, ഒന്നും അറിയില്ല. പൈസ മാത്രമേ ഉള്ളൂ. പൈസ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, നാട് വിറ്റിട്ടും കട്ടിട്ടും മുട്ടിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ബൊബ്ബടിച്ചിട്ട് വായിൽ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരിക്കേണ്ടി വരും. പിന്നെ മുങ്ങീച്ചി അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇന്നലെ ഈ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ പാർലമെന്റിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാക്ക് ഗേറ്റ് കൂടെ ഓടിയതാ, പിന്നെ ആ ബൈക്ക് വന്നിട്ടില്ല. അതാണ് അവിടെ നടക്കുന്ന ഒരവസ്ഥ. ഇനി അടുത്ത പുതിയ ട്രിപ്പിന്റെ വല്ല പ്ലാനിങ്ങിലും ആയിരിക്കും മൂപ്പര്. അതാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കാൻ സമ്മതിക്കുന്നില്ല ഭരണപക്ഷവും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പീക്കറും ഇത് പാർലമെന്റിൽ സംസാരിക്കാൻ, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക, ഇതിനെപ്പറ്റി പാർലമെന്റിൽ അല്ലാണ്ട് ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ കൊണ്ട് സംസാരിക്കും ഇല്ല. പക്ഷേ പാർലമെന്റിൽ സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാവും, ഞങ്ങൾ മിണ്ടാണ്ട് വിടുന്ന് തുണിയും പൊക്കി ഓടേണ്ടി വരും, ഉള്ളിലിട്ട കാവി കളസ് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ കാണും. അതുകൊണ്ട് ആ ഒരു സംസാരം അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് രാജ്യത്തെ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് എങ്ങനെ അടിച്ച് ഒതുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഗവൺമെൻറ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വൃത്തികെട്ട പരിപാടി എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ പ്രിയങ്ക ഗാന്ധി സംസാരിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഇല്ല. വലിയ തുകയ്ക്കും വായ്പകളും എടുത്തിട്ട് ഒരുപാട് കുട്ടികൾ രാജ്യത്ത് പഠിക്കുന്നുണ്ട്. ഇവർക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ പ്രോപ്പറായിട്ടുള്ള ഈ ഒരു എന്താ പറയുക പരീക്ഷ ലീക്ക് വരാണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരുടെ ബേസിക് തിങ്സ്, രാജ്യത്തിൻ്റെ ഭാവിയുടെ ബേസിക് തിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത ഈ ഒരു സർക്കാരിന് എതിരെ പ്രൊട്ടസ്റ്റിന് വന്നു കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലോക തോൽവി. അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ ലോകത്തിലെ ലോക തോൽവികളായിട്ടിരിക്കുന്നത്. ഇതേപോലത്തെ പ്രൊട്ടസ്റ്റ് പണ്ട് ശ്രീലങ്കയിൽ വന്നിരുന്നു 3 വർഷം മുമ്പിൽ. നമുക്കറിയാം ഏതായിരുന്നു അവസ്ഥ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മാത്രമല്ല, അവിടെ മൊത്തത്തിൽ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, കുത്തൊഴിഞ്ഞ സാമ്പത്തിക സ്ഥിതി കാരണം കംപ്ലീറ്റ്ലി പോയിട്ടുള്ള രാജ്യം കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെക്കാൾ മേലോട്ട് കയറി പോകുന്നത്. അവരുടെ സമ്പദ് വ്യവസ്ഥ നമ്മളെക്കാൾ മേലോട്ട് കയറി പോവുക. ഗ്രോയിങ് എക്കോണമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശ്രീലങ്ക 3 വർഷം കൊണ്ട് നന്നായിക്കൊണ്ടിരിക്കുക. നമുക്കതൊന്നുമില്ല, നമ്മളിപ്പോഴും താഴോട്ട് നെഗറ്റിവിറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കുക. കാരണം അന്ധഭക്തന്മാരെങ്ങനെ വെച്ചിട്ടല്ലേ രാജ്യം ഭരിക്കുന്നത്, പിന്നെ അങ്ങനെ അല്ലാണ്ട് വേറെ എന്തുണ്ടാവാനാ. അപ്പോൾ പ്രിയങ്ക ഗാന്ധി അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പൂർണ്ണ ഐക്യദാർഢ്യം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഇന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. Why is the Prime Minister silent? What is the reason? He should apologize to the students and he should stop this nonsense. This is no way to treat the young people of this country. These students here, they are not just complaining about the education system. They are complaining about their future. Prime Minister, I don't know what he's doing. Dharmendra Pradhan, he's an intermediary. Absolutely, he should resign. But Dharmendra Pradhan hasn't beaten up these students. Home Minister has. He should resign. And Home Minister reports to Prime Minister. He should resign. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യിച്ചിട്ട്. ഈ കാര്യങ്ങൾ ചോദിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ് ഈ വിദ്യാർത്ഥികൾ. അവർ അടിച്ചമർത്തിയിട്ടുള്ള ഹോം മിനിസ്റ്റർ, അതായത് BJP കൊണ്ടുള്ള വരെ വെച്ചിട്ട് അടിച്ചമർത്തിയിട്ടുള്ള നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ വരെ രാജിവെക്കണം. ഈ അമിത്ഷാ റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പ്രധാന മൗനി ബാബ, മിണ്ടത്തില്ല ആ ബാബ തന്നെ. അപ്പോൾ ആ ബാബ അടക്കം ഈ രാജ്യം കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെല്ലാം രാജിവെച്ച് പോണ്ടവന്മാരാണെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു സംസാരം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. രാജ്യത്തെ യുവാക്കളോട് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലെന്നും
ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നും കൂടെ പുള്ളി പറഞ്ഞു. ഈ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോടും ആഭ്യന്തരമന്ത്രിയോടും രാജിവെക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ആവശ്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട്. അതുമാത്രമല്ല, വിദ്യാർത്ഥികളുടെ വിഷമം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചർച്ച നടത്തുന്നതിന് സർക്കാരിന്റെ അനുമതി വേണമെന്ന് ലോക്സഭാ സ്പീക്കർ അറിയിച്ചു. അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തെയും വിദ്യാഭ്യാസ രീതിയും പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണെന്നും മത്സര പരീക്ഷകൾ മാത്രമായിരുന്ന യുവാക്കൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി അത് ഇപ്പോൾ ഇല്ല. ഈ മത്സര പരീക്ഷകൾ മാത്രമായിരുന്നു എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പഠിച്ച് പാസ്സായിട്ട് എവിടെയെങ്കിലൊക്കെ എത്താമെന്നുള്ള ചിന്ത അതും രാജ്യത്ത് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പോലീസുകാർ അടിച്ച് അമർത്തിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, നേരിട്ട് തന്നെ അവരൊക്കെ പോയി കണ്ട് അവരുടെ കൺസേൺ ഞങ്ങൾ അറിയും എന്ന് തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സമരത്തിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ്. പതുക്കെ ആയിരിക്കും. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു സമരവും കാര്യങ്ങളൊക്കെ വരുമ്പം അതിലോട്ട് എൻ്റർ ആവുന്നതിനുള്ള ഒരു കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകും എന്നുള്ളത് വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയും, ഇത് കാണുന്ന സാധാരണക്കാർ പറയും ഇത്രയും വലിയൊരു കാര്യം ഇവർ വേറെ ഒന്നുമല്ല. ഇവരെന്താ പറഞ്ഞത്? ഈ രാജ്യം കുട്ടിച്ചോറാക്കുന്ന ഈ ആൾക്കാരൊന്നും മാറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലും നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് വാല് പിടിച്ച സംഘപരി വാണങ്ങളുണ്ട്. വാണത്തരം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണിച്ചോളുക, പുറത്തിറങ്ങാതിരിക്കുക. അതായത് ഇത്രയും ആളുകൾ ഇന്നലെ 10,000 കുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമരങ്ങളാണ്, കോമാളികളാണ് എന്ന് ആളുകൾ കൂടുതൽ മനസ്സിലാക്കുക, പെനിട്രേറ്റ് ചെയ്ത് പോവും ഇപ്പോൾ ആളുകളുടെ അടുത്തോട്ട്. ഇത്രയും കാലം ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഒന്നും വല്ലാണ്ട് ചർച്ച ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. രാജ്യം ഭരിക്കുന്നത് പടുക്കളവന്മാരും പടുക്കള്ളന്മാരുമാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ സമരത്തിനെ പറ്റി എന്നുള്ളത് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.